എൻ്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണുന്നില്ല. എന്നും രാവിലെ എൻ്റെ ഓഫീസിന് മുമ്പിലാണ് സ്റ്റാഫ് നിൽക്കുന്നത്. കാരണം പിള്ളേർ രാവിലെ വരുമ്പോൾ ഗ്രീറ്റ് ചെയ്ത് കയറ്റുന്ന ഒരു ടീച്ചറായത്. അപ്പം അത് മാത്രമല്ല, ലഞ്ച് സമയത്ത് പോകുമ്പം എൻ്റെ അതേ സമയം. അപ്പം ഞങ്ങൾ ഇഷ്ടംപോലെ സംസാരിക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ്. അത് നല്ല എക്സ്പീരിയൻസും നല്ല മര്യാദയുള്ള ടീച്ചറാണ്. ഇപ്പം ബിഗിനിങ് ഓഫ് ദി ഇയറിലൊക്കെ പിള്ളേർക്കൊക്കെ സ്കൂളിലോട്ട് വരാൻ മടിയല്ല, എത്ര പിള്ളേരെ കരഞ്ഞുകൊണ്ട് വരുന്നറിയോ. അപ്പോൾ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ടീച്ചറാണ്. അപ്പം ഞാൻ ഈ ടീച്ചറിനെ എൻ്റെ കൂട്ടുകാരിയെ വേറെ ടീച്ചറിനോട് ചോദിച്ചു, ഇന്ന ടീച്ചറിനെ കാണുന്നില്ല, എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് കൂട്ടുകാരി പറഞ്ഞു ആ ടീച്ചർ ക്വിറ്റ് ചെയ്ത് പോയി. കാരണവും പറഞ്ഞു. കാരണത്തിൻ്റെ ബേസ്, ഇപ്പം അമേരിക്കയിലെ മിക്ക പബ്ലിക് സ്കൂളുകളിലും ബഡ്ജറ്റ് കട്ടാണ്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ വരുന്നില്ല. അപ്പം സ്കൂളുകൾ തന്നെ ഫോഴ്സ്ഡ് ആയിട്ട് കാശ് സേവ് ചെയ്യേണ്ട ആവശ്യം വന്നു. ഇപ്പം ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏകദേശം എനിക്കൊന്ന് 30 മുകളിൽ സ്കൂളുണ്ട്. ആ സ്കൂളുകളിൽ ഏകദേശം $28 മില്യൺ സേവ് ചെയ്യണം 2026-27 സ്കൂൾ ഇയറിലോട്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഏകദേശം 300 മേളിൽ സ്റ്റാഫുകളുടെ ജോലി പോയെന്ന് പറഞ്ഞാൽ അവരത് റിമൂവ് ചെയ്ത് തന്നെ പൊസിഷൻസ്. അതായത് ഈ മെയ് വരെ അവർക്ക് വർക്ക് ചെയ്യാം, അടുത്ത കൊല്ലം മുതൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഇമെയിൽ അവർ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അതായത് ഈ സ്കൂളിൽ തന്നെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തവർക്ക് വേറെ പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യാം, അവർ പ്രിഫറൻസ് കൊടുക്കുന്നു. പക്ഷേ എനിവേ ഈ കാണാതെ ഇപ്പം ക്വിറ്റ് ചെയ്ത് പോയ ടീച്ചറും അവരുടെ പൊസിഷൻസും ഇങ്ങനെ റിമൂവ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ക്വിറ്റ് ചെയ്ത ടീച്ചർ ഏകദേശം 25 കൊല്ലത്തിൽ മേളിലായി ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അതായത് 25 കൊല്ലം അതിൽ കൂടുതൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി വർക്ക് ചെയ്തൊരു നല്ല സ്റ്റാഫിനെ ഈ ഒരു സ്കൂളിനെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ തന്നെ ചിന്തിച്ചു, എൻ്റെ പഴയ ജോലികളിലൊക്കെ നമ്മൾക്ക് ജോലി ചെയ്യുമ്പോൾ ഓർക്കാം നമ്മുടെ ജോലി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, നമ്മുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ്, നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല, അവർ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ നമ്മൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചാലും, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഹാർഡ് വർക്കറാന്ന് പറഞ്ഞാലും, നാളെ നമ്മൾ വരുമ്പം നമ്മുടെ പൊസിഷനിൽ വേറെ ആൾ കയറി ഇരുന്നെന്ന് വരാം. അപ്പം എനിത്തിങ് ആൻഡ് എവറിത്തിങ് ക്യാൻ ബി റീപ്ലേസ്ഡ്. അപ്പം ഉള്ള സമയത്ത് എനിക്ക് തോന്നിയത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് സേവ് ചെയ്തിട്ടാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പം അല്ലെങ്കിൽ ഒരു കഷ്ടകാലം വരുമ്പം നമുക്കത് യൂസ് ചെയ്യാം. പണ്ടിപ്പോൾ നമ്മുടെ കാരണവന്മാർ പറഞ്ഞ പോലെ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തന്നെയാണ്. അതുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര പേരുടെ ജോലി പോകുന്നു. അമേരിക്കയിൽ തന്നെ എത്ര എൻജിനീയേഴ്സിൻ്റെ ജോലി പോകുന്നത്. എൻജിനീയേഴ്സ് മാത്രമല്ല, മിക്ക സെക്ടറുകളിലും ആൾക്കാരെ ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. സോ അപ്പം നമ്മളൊക്കെ 2-3 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്തായി തീരുമ്പോൾ